പലതരം ചേരുവകൾ. നമ്മുടെ വീട്ടിൽ ബ്രെഡും മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണിത്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ളതായിരിക്കും. ഇതിൽ പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നതെന്ന് പറയുന്നത് സോസും മയോണൈസ് ആണ്. സോസും മയോണൈസ് ഒക്കെ ഇപ്പൊ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സോസിന് പകരം ടൊമാറ്റോ എണ്ണ കുറച്ചധികം ചേർത്താൽ മതി. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. മയോണൈസ് പിന്നെ മുട്ടയും ഓയിലും പാലൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ട വെച്ച് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റിലേക്ക്. എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയാം കേട്ടോ. ഇപ്പൊ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. സവാള ഒരു മീഡിയം സൈസിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ വലിയ സവാള ആയിരുന്നു, അതിന്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി 1 ടീസ്പൂൺ വേണം. പച്ചമുളക് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഒത്തിരി എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാട്ടോ. നല്ല എരിവൊക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. ഇത് ഒരു മീഡിയം സൈസ് തക്കാളി, എല്ലാനും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. കുരുകുരുന്ന് അരിഞ്ഞെടുക്കുക. എല്ലാനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇഞ്ചിയും പച്ചമുളകും ആദ്യം ഇട്ടെടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ തന്നെ സവാള ഇട്ടെടുക്കുക. എല്ലാനും നന്നായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. ബ്രൗൺ കളർ ആവരുത്. നമ്മുടെ സാൻഡ്വിച്ചിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പൊ ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. സോസിന്റെ മധുരം, മയോണൈസിന്റെ ടേസ്റ്റും ഉപ്പും എല്ലാനും ഒരു മിതത്തിൽ നിൽക്കണം. അപ്പൊ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കുറച്ചിട്ടാൽ മതി. ലാസ്റ്റ് വരുമ്പോ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാലോ. സവാള ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാള വഴറ്റിയതിലേക്ക് ഈ മുട്ട എടുത്ത് ചിക്കി ഇടാണ്. അപ്പൊ ആ ചിക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു പീസുകളാവാൻ വേണ്ടിയിട്ടും പിന്നെ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഫില്ലിങ് നല്ല സോഫ്റ്റ് ആയിരിക്കും. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 2 നുള്ള മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒട്ടും കൂടി പോവരുത് കേട്ടോ, അതിന്റെ കുത്ത് വന്നാൽ കൊള്ളില്ല. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരിയും മറ്റേ എരിവുള്ളതും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ്. അതിന് ഒത്തിരി എരിവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയിൽ നല്ലോണം കട്ടയുണ്ടായി. അതാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തായിരുന്നു കേട്ടോ. അതാണ് ആ പത വന്നേക്കണേ. മുട്ട ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വറ്റിച്ചളയാം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലാത്തവര് തക്കാളി എണ്ണ ഇച്ചിരി കൂടുതൽ എടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അവിടെ മാറ്റി വെക്കുക. ചൂടേറിയ ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ബ്രെഡിന്റെ സൈഡ് ഇങ്ങനെ മുറിച്ചാൽ നല്ലതാണ്, മുറിച്ചില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ബ്രെഡിന്റെ അരികെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്നതും മുറിക്കാതെ നമ്മൾ കഴിക്കുന്നതും നല്ല വ്യത്യാസം അറിയും. നമ്മൾ മുറിക്കാതെ എടുക്കുമ്പോൾ എന്തോ ഒരു ബലം പോലെയാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആണ്. പെട്ടെന്ന് നിങ്ങളുടെ ഇതായി പോലെ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ അത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി ബ്രെഡിൽ ആദ്യം തന്നെ മയോണൈസ് തേച്ച് കൊടുക്കുക. ഈ മയോണൈസ് ബ്രെഡിന്റെ ഒപ്പം കിട്ടിയ കുഞ്ഞു പാക്കറ്റ് ആട്ടോ. ഞാനൊരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരു 30-40 രൂപയ്ക്ക് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും. ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് തോന്നുമ്പോൾ അത് വാങ്ങിക്കലാണ്. പുഴുങ്ങിയ മുട്ടയുടെ മയോണൈസ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ നുള്ളുപ്പ്, പഞ്ചസാര ആവശ്യത്തിന്. ഇപ്പൊ ഒരു നുള്ളുപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാവും. പിന്നെ 2 വെളുത്തുള്ളി, 3-4 കുരുമുളക് എല്ലാനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആ മയോണൈസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. എല്ലാ ബ്രെഡിന്റെയും ഒരു സൈഡിൽ മയോണൈസ് തേച്ച് കൊടുക്കുക. അതിന്റെ ഇടയിൽ ഫില്ലിങ് നിറച്ച് ഇതുപോലെ അടിച്ചു വെച്ച് നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സാൻഡ്വിച്ച് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം കിട്ടുന്ന സമയത്ത് ചാനലിലൊന്ന് കയറി നോക്കാം. ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ കാണാം, ഉണ്ടാക്കുകയൊക്കെ ചെയ്യാലോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.